കൊടുമ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? കൊതുമ്പല്ല, കൊടുമ്പ്. ഉടുമ്പുമല്ല, കൊടുമ്പ്. കൊടുമ്പ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ ചിറ്റൂരിനടുത്തുള്ള ഒരു ഗ്രാമമാണ്. കൊടുമ്പിൽ പ്രസിദ്ധമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടുത്തെ തൈപ്പൂയ മഹോത്സവം വളരെ പ്രസിദ്ധമാണ്. പഴനിയുടെ പകുതിയാണ് കൊടുമ്പ് എന്നാണ് പാലക്കാട് ഭാഗത്തുള്ള ഒരു ചൊല്ല്. ഞാനിവിടെ പറയാൻ വന്നത് കൊടുമ്പ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തൈപ്പൂയ മഹോത്സവത്തെക്കുറിച്ചോ പാൽക്കാവടിയെക്കുറിച്ചോ അല്ല, കൊടുമ്പ് പഞ്ചായത്തിനെക്കുറിച്ചാണ്. കൊടുമ്പ് പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. ചിറ്റൂർ ആ പരിസരത്താണ്. നമ്മുടെ കൃഷ്ണൻകുട്ടി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ്. കൊടുമ്പ് പഞ്ചായത്തിലെ ഒരു ഓവർസിയറാണ് ഷാഫി ഖുറേഷി. ഈ ഖുറേഷി സ്ഥലത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. അങ്ങനെ സാധാരണക്കാർക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നല്ല. ബ്രാഞ്ച് സെക്രട്ടറിയുടെ മീതെയാണ് ലോക്കൽ സെക്രട്ടറി, അതിൻ്റെ മുകളിൽ ഏരിയ സെക്രട്ടറി, അതിൻ്റെ മുകളിൽ കൊല്ലിനും കൊലക്കും അധികാരമുള്ള ജില്ലാ സെക്രട്ടറി, അതും കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന സെക്രട്ടറി, അത് സഖാവ് ഗോവിന്ദൻ മാഷ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗോവിന്ദൻ മാഷിൻ്റെ ഒരു 4 കൽപ്പട താഴെ നിൽക്കുന്ന ഒരു സഖാവാണ് ഷാഫി ഖുറേഷി. ഈ ഖുറേഷി സംഗതി വശാൽ കൊടുമ്പ് പഞ്ചായത്തിലെ ഓവർസിയർ കൂടിയാണ്. അത് ഓവർസിയർ ഇദ്ദേഹം താൽക്കാലിക ജീവനക്കാരനാണെന്ന് പറയുന്നു, എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം ഓവർസിയറുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം ചെയ്തതെന്താ വെച്ചാൽ പഞ്ചായത്തിലെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ നിന്ന് ചെറിയ തോതിൽ പുള്ളി റവന്യൂ പരിഷ്കാരം ഏർപ്പെടുത്തി. അതായത് ഒരു കോഴിക്കോട് പണിയുന്നവർക്ക് പണിഞ്ഞ് അതിന് പൈസ കിട്ടുന്നവർക്ക് 2000 റുപ്യ എന്ന ക്രമത്തിൽ ഈടാക്കി. കോഴിക്കോടിന് 2000. അപ്പോൾ പശുത്തൊഴുത്താണെങ്കിലോ അവർക്ക് 10000. ഇങ്ങനെ ഇദ്ദേഹം തന്നെ ഒരു ടാക്സ് നിശ്ചയിച്ചു. അദ്ദേഹം തന്നെ അത് പിരിച്ചു, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിട്ടു. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചില ഗുണഭോക്താക്കൾ കുത്തിപ്പൊക്കി. ഈ ഷാഫി ഖുറേഷി വാങ്ങിയത് അനർഹമായ ഒരു സംഖ്യയാണ്, അത് കൊടുക്കാൻ ഇവർ ബാധ്യസ്ഥരല്ല എന്ന് ചില തൽപര കക്ഷികൾ ഈ പാവപ്പെട്ട സ്ത്രീകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അത് കേട്ടപ്പോൾ സ്ത്രീകൾ കോപാകുലരായി. സ്ത്രീകളാണ് പെട്ടെന്ന് കോപാകുലരാവും. അവരോടനെ തന്നെ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. അത് ചർച്ചാ വിഷയമായി. കൊടുമ്പിലും പരിസരത്തും ഇത് വലിയ ഒരു ബേണിംഗ് ഇഷ്യൂ ആയിട്ട് മാറി. ഈ ഘട്ടത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ടു. സെക്രട്ടറി നോക്കിയപ്പോൾ സംഗതി പുലിവാലാവും. പത്രത്തിൽ വന്നാൽ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലുകളിലൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെക്രട്ടറി പറഞ്ഞു, ആ വാങ്ങിച്ച കാശ് വേഗം തിരിച്ചു കൊടുക്കും. ഉടനെ തന്നെ ഗുണഭോക്താക്കളെ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു വരുത്തി അവരോടൊക്കെ ഇദ്ദേഹം ക്ഷമ പറഞ്ഞു, മന്നിച്ചെടുക്കുമോ എന്ന് പറയുകയും ഓരോരുത്തർക്കും പുള്ളി ഇൻഡിവിജ്വലായിട്ട് റെസീറ്റ് ഇഷ്യൂ ചെയ്തു. കാശ് വാങ്ങിക്കുന്നവരാണ് ശരിക്കും റെസീറ്റ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ ഖുറേഷി തന്നെ റെസീറ്റ് കൊടുത്തു. ഞാൻ അനർഹമായി ഇന്നാളിൽ നിന്ന് വാങ്ങിയ സംഖ്യ 2000 രൂപ അല്ലെങ്കിൽ 10000 രൂപ ഇന്ന ദിവസം താഴെ പേര് പറയുന്ന സാക്ഷികളുടെ മുമ്പിൽ വെച്ച് ഇന്ന ആൾക്ക് കൈമാറിയിരിക്കുന്നു. അതിലൊന്നും വലിയ തമാശയൊന്നുമല്ല. ഇന്ന് എഴുതി ഷാഫി ഖുറേഷി ഒപ്പിടുന്നു, കാശ് കിട്ടിയാൾ ഒപ്പിടുന്നു, 2 സാക്ഷികൾ ഒപ്പിടുന്നു. ഇതിൻ്റെ അടിയിൽ ബഹുമാനപ്പെട്ട കൊടുമ്പ് പഞ്ചായത്ത് സെക്രട്ടറി അത് സീൽ വെച്ചിട്ട് മേൽ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ അറിവിലും പരിചയത്തിലും ബോധ്യത്തിലും പെട്ടിടത്തോളം സത്യമാകുന്നു എന്നെഴുതി അദ്ദേഹത്തിൻ്റെ പച്ചമഷിയിൽ ഒപ്പിട്ടു, സീലും വെച്ചു. എങ്ങനെയുണ്ട്? ആ സെക്രട്ടറിക്കാണ് നമ്മൾ പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കേണ്ടത്. അദ്ദേഹത്തെയാണ് പഞ്ചായത്ത് ദിനാഘോഷത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മന്ത്രി തന്നെ പൊന്നാട ചാർത്തിട്ട്. കാരണം ഇത്ര രസികനായ ഒരു പഞ്ചായത്ത് സെക്രട്ടറി എവിടെയെങ്കിലും ഉണ്ടാവും? ഈ അവിഹിതമായി പണം വാങ്ങിയവന് ആ കാശ് തിരിച്ചു കൊടുപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സാക്ഷിയായിട്ട് 2 ആളെ കൊണ്ട് ഒപ്പിടിച്ച് അതിൻ്റെ അടിയിൽ ഇത് ശരിയാണ്, എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് നടന്നത് എന്ന് ഒപ്പിട്ട സെക്രട്ടറി എന്തൊരു കേവനാണ് എന്നാലോചിച്ചു. ഇതിൽ 2 അനുമാനങ്ങൾ സാധ്യമാണ്. ഒന്ന്, അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഫലമായിട്ട് മിക്കവാറും പഞ്ചായത്തിൽ ഭയങ്കര കൊള്ളയാണ്. മിക്കവാറും അല്ല, 99% വലിയ കൊള്ളയാണ്. പഞ്ചായത്ത് മെമ്പർമാർ ഒരു ഭാഗത്ത്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർ മറുഭാഗത്ത്, 2 പേരും ചേർന്ന് കൊയ്ത്തും മെതിയുമാണ്. നമ്മുടെ നാട്ടിൽ ഈ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ജീവനക്കാരും കൂടി നല്ല കൊയ്ത്തും മെതി. അതിൽ പെട്ട ഒരാളാണ് ഈ ഷാഫി ഖുറേഷി. പക്ഷേ ഖുറേഷി ഒറ്റയ്ക്കല്ല. ഈ പണം വാങ്ങിയത് കോഴിക്കോടിന് 2000, പശുത്തൊഴുത്തിന് 10000 വാങ്ങിയത് തീർച്ചയായിട്ടും സെക്രട്ടറി അടക്കമുള്ള മറ്റ് ജീവനക്കാർക്കും അതിൻ്റെ ഒരു പങ്ക് കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് സെക്രട്ടറി ഈ വിവരം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാതെ ഈ കള്ള റാമ്പറന്നവനെ കൊണ്ട് കാശ് തിരിച്ചു കൊടുപ്പിച്ച് പ്രശ്നം തീർക്കാൻ നോക്കിയത്. അയാൾ ഇന്ന ദിവസം വരെ സസ്പെൻഡ് ചെയ്യാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളി ഇപ്പോഴും സർവീസിൽ തുടരും.
താൽക്കാലിക ജീവനക്കാരനെങ്കിൽ എൻക്വയറി കൂടാതെ പിരിച്ചുവിടാം. അതും ചെയ്തിട്ടില്ല. മന്ത്രി രാജേഷ് പാലക്കാട് ജില്ലക്കാരനാണ്. കുടുംബമൊക്കെ അദ്ദേഹത്തിൻ്റെ അധികാരപരിധിപ്പെട്ട സ്ഥലത്തുമാണ്. പക്ഷേ ഒരു നടപടി എടുത്തില്ല. അപ്പോൾ ഒന്നുകിൽ ഈ പഞ്ചായത്തിലെ ബാക്കി ജീവനക്കാരും പണം കൈപ്പറ്റുന്നുണ്ടാവും. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം സബ് രജിസ്ട്രാർ ഓഫീസിലെ പ്യൂണിനെ കൈക്കൂലി കേസിൽ പിടിച്ച വാർത്ത നിങ്ങൾ കണ്ടു കാണുന്നതായിരിക്കും. കൈക്കൂലി വാങ്ങിയത് പ്യൂണാണ്, പൊടിയിട്ട് പിടിച്ചതും പ്യൂണിനെയാണ്. പക്ഷേ പണം വാങ്ങിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? സബ് രജിസ്ട്രാർക്കും ആ ഓഫീസിലെ മറ്റ് ജീവനക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ്. പ്യൂണിന് അതിനകത്ത് തുച്ഛമായൊരു സംഖ്യ കിട്ടും. വിജിലൻസുകാർ പിടിച്ചപ്പോൾ ആരെ പിടിച്ചു? സബ് രജിസ്ട്രാറെ പിടിച്ചോ? പിടിച്ചില്ല. ക്ലാർക്കിനെ പിടിച്ചോ? പിടിച്ചില്ല. പിടിച്ചത് ആരെ പിടിച്ചു? പ്യൂണിനെ പിടിച്ചു. അറസ്റ്റ് ചെയ്ത് ആരെ അറസ്റ്റ് ചെയ്തു? പ്യൂണിനെ അറസ്റ്റ് ചെയ്തു. റിമാൻഡ് ചെയ്തപ്പോൾ ആരെ റിമാൻഡ് ചെയ്തു? സബ് രജിസ്ട്രാറെ റിമാൻഡ് ചെയ്തില്ല, പ്യൂണിനെ റിമാൻഡ് ചെയ്തു. ഇത് തന്നെയാണ് കൊടുമ്പിലും നടന്നിരിക്കാൻ ഒരു സാധ്യത. കാരണം പണം വാങ്ങിയത് പഞ്ചായത്തിലെ ബാക്കി ജീവനക്കാർക്ക് കൂടി വീതം വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കൈകൊണ്ട് വാങ്ങിയത് ഖുറേഷിയായിരിക്കും, തിരിച്ചു കൊടുത്തത് ഖുറേഷിയാണ്. പക്ഷേ ചീത്തപ്പേര് വന്നപ്പോൾ ഖുറേഷിക്ക് മാത്രമായി, ബാക്കി ഉദ്യോഗസ്ഥന്മാരൊക്കെ യോഗ്യന്മാരായി. ഇത് ഒരു സാധ്യത. രണ്ടാമത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറി ആണല്ലോ. ഈ ബ്രാഞ്ച് സെക്രട്ടറിക്ക് മറ്റേ ഉദ്യോഗസ്ഥന്മാരുടെ മേലും വലിയ അധികാരമുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി ആണെങ്കിലും ഡെപ്യൂട്ടി ഡയറക്ടർ ആണെങ്കിലും ഒക്കെ ഈ ബ്രാഞ്ച് സെക്രട്ടറി കടുപ്പ് എഴുന്നേറ്റ് നിൽക്കണം, വാക്കൈയും പൂത്തി നിൽക്കണം. അപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൂടി ആയിരിക്കാം ഈ റവന്യൂ പരിഷ്കാരം ഏർപ്പെടുത്തിയത് എന്ന് ഞാൻ വിചാരിക്കും. ഏതായാലും ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം വന്നേ പിന്നെ അഴിമതിക്കുള്ള സാധ്യതകൾ വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. അതിൽ ആ ഒരു സംശയമില്ല. അഴിമതിയുടെ വികേന്ദ്രീകരണമാണ് സത്യത്തിൽ ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടും പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി ആക്ട് കൊണ്ടും സാധിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല. പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകട്ടെ പഞ്ചായത്തിലെ ജീവനക്കാരും. പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ കൂടുതൽ സമ്പന്നരാകട്ടെ എന്ന് മാത്രം ആശംസിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.